ദിവസങ്ങൾ ഓടി ഓടി പോയിക്കൊണ്ടിരുന്നു. അവയ്ക്കാരെയും കാത്തു നിൽക്കാനുണ്ടായിരുന്നില്ല അത്ര. ഓടിമറഞ്ഞ ആ ദിവസങ്ങൾക്കൊപ്പം ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരും പതിയെ പടിയിറങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറയാം. വേദനയിൽ നിന്നും ആ കുടുംബം കരകയറാൻ തുടങ്ങി. അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 2 ആഴ്ചയായിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമായിട്ടാണ് 16ൻ്റെ ചടങ്ങുകൾ. മഹേഷ് ഇപ്പോഴും നാട്ടിലുണ്ട്. 16ൻ്റെ അന്ന് തന്നെ അവനും പോകേണ്ടതുണ്ട്. പോകാതിരിക്കാനാകില്ല. ഇത്തിരി പോന്നൊരു പ്രാരാബ്ധം അവൻ്റെ ചുമലിൽ ബാക്കിയാണ്. യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റൂ. അച്ഛൻ ഇനി ഇല്ല എന്നുള്ള സത്യം ഉൾക്കൊണ്ടേ തീരൂ. വീട്ടിലിപ്പോൾ അമ്മയും മക്കളും മരുമക്കളും മാത്രമേ ഉള്ളൂ. ചിന്മയുടെ അച്ഛനും അമ്മയും നാത്തൂനും എന്നും വരും. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരൊക്കെയും ആ കുടുംബവുമായി വല്ലാതെ അടുത്തിരുന്നു. എന്തിനേറെ പറയുന്നു, ചന്തുവിൻ്റെ ഭാര്യ പോലും എല്ലാവരുമായി നല്ല കൂട്ടായി. ഇടയ്ക്ക് 2 ദിവസം കോട്ടയത്തുള്ള ചിന്മയുടെ അങ്കിളും ആൻറ്റിയും അമ്മുവും വന്നിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷമാണ് അമ്മുവിനെ കാണുന്നതെങ്കിലും ചിന്മയ്ക്ക് മനസ്സ് തുറന്ന് ഒന്നും പറയാൻ പറ്റിയില്ല. പിന്നൊരു വിശേഷമുണ്ട്, അവളുടെ കല്യാണമായെന്ന്. അമ്മയൊക്കെ വന്നപ്പോഴേ പറഞ്ഞിരുന്നുവെങ്കിലും അവൾ വന്നപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത്. കല്യാണം വിളിക്കാൻ മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞാണ് എല്ലാവരും അന്നിറങ്ങിയതും. സുധാപ്പച്ചിയും ഇപ്പോൾ പിണക്കമൊന്നുമില്ല, ഇടയ്ക്കിങ്ങോട്ട് വരാറുണ്ട്. ഇതെല്ലാം സന്തോഷം തന്നെയാണ്. ചിന്മയെയും മഹേഷിനെയും സംബന്ധിച്ച് വലിയ സന്തോഷം. എങ്കിൽ പോലും അച്ഛൻ്റെ വേർപാടിൻ്റെ വേദനയിൽ ആ ഇത്തിരി വലിയ സന്തോഷം മുങ്ങിപ്പോകുന്നു. ഇന്നാണ് 16ൻ്റെ ചടങ്ങുകൾ. വിളിക്കാനുള്ളവരെയൊക്കെ വിളിച്ചു. ബന്ധുക്കളൊക്കെ തലേ ദിവസം തന്നെ വന്നിരുന്നു. ആയമ്മയും ഇപ്പോൾ കുറച്ച് ശരിയായി എന്ന് പറയാം. ഒരു കണക്കിന് അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതിലും നല്ലത് ദൈവം കൊണ്ടുപോയത് തന്നെയാ എന്നോർത്ത് സമാധാനിക്കും. പക്ഷേ അത് അമ്മയുടെ ഉള്ളിലെ മുറിവിനുള്ള മരുന്നാണെന്ന് എല്ലാവർക്കും അറിയാം താനും. ഉച്ചയോടെ വന്നവരൊക്കെ പിരിഞ്ഞു പോയി തുടങ്ങിയിരുന്നു. വീട്ടിലുള്ളവർ മാത്രം ബാക്കിയായി. മഹേഷ് ഏട്ടൻ ഇന്ന് രാത്രിയാണ് പോകേണ്ടത്. ചിന്മയ മനസ്സുകൊണ്ട് അതിന് പാകമായിരുന്നു. ഇനി അവനൊരാളുടെ ചുമലിലാണൊക്കെയും. ഇവിടെ പിടിവാശിക്ക് പ്രാധാന്യമില്ല എന്നവൾക്ക് മനസ്സിലായി. മാത്രവുമല്ല, തൻ്റെ കരച്ചിലും വേദനയും ആ മനുഷ്യനെ കൂടുതൽ സങ്കടത്തിലാക്കുകയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വലിയൊരു വേദനയുണ്ട്. അതിനു പുറകെ താനും കൂടി വേദനിപ്പിക്കാൻ പാടില്ല എന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പുറത്തെ പന്തലിലിട്ടിരിക്കുന്ന കസേരയിൽ എല്ലാവരും ഇരുന്നു. ചിപ്പിയുടെ വീട്ടുകാരും സുധാപ്പച്ചിയും അമ്മുവും കുടുംബവും അങ്ങനെ എല്ലാവരുമുണ്ട്. ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് എല്ലാവരും കൂടി. ഈ അവസരത്തെ പറയുന്നത് മോശമാണെന്നറിയാം. എങ്കിലും നിങ്ങളെ ഒഴിവാക്കിയെന്നൊരു തോന്നൽ പിന്നീട് വരാൻ പാടില്ലല്ലോ. രാമചന്ദ്രൻ എല്ലാവരെയും നോക്കി. കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്കിലും അയാൾ പറയുന്നത് ശ്രദ്ധിച്ചു. വേറൊന്നുമല്ല, മോളുടെ കല്യാണമാണ്, അമ്മുവിൻ്റെ. നേരത്തെ തന്നെ തീരുമാനിച്ചു പോയി. അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ വേണമെന്ന് വെക്കില്ലായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അയാൾ എല്ലാവരോടുമായി പറഞ്ഞു. എനിക്ക് വരാൻ പറ്റില്ല, അമ്മയും ചിപ്പിയും അവിടെ ഉണ്ടാവും. മഹേഷ് അപ്പോൾ തന്നെ മറുപടി കൊടുത്തിരുന്നു. ചിന്മയ്ക്ക് അത് ഇത്തിരി സങ്കടം ഉണ്ടാക്കാതിരുന്നില്ല. അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം അറിയുന്നത് കൊണ്ട് തന്നെ ആരും അധികം നിർബന്ധിച്ചുമില്ല. പിന്നെയും ഒത്തിരി സംസാരിച്ച് സന്തോഷത്തോടെയായിരുന്നു അവർ പിരിഞ്ഞത്. രാത്രി മഹേഷ് പോകാനിറങ്ങുമ്പോൾ ഇന്നും ചിന്മയുടെ കണ്ണു നിറഞ്ഞു. എത്രയൊക്കെ മറച്ചു പിടിച്ചിട്ടും അതിങ്ങനെ പ്രകടമായിക്കൊണ്ടിരുന്നു. പോയിട്ട് വരാം. പാക്ക് ചെയ്ത ബാഗുമായി മുറിവിട്ടിറങ്ങുന്നതിന് മുന്നേ മഹേഷ് ചിപ്പിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. തടഞ്ഞു നിർത്തിയ കണ്ണുനീർ പെട്ടെന്നാണ് പൊട്ടിച്ചൊഴുകി. കണ്ണുനീരിനിടയിലും അവൾ പതിയെ ഒന്ന് മൂളി. മഹേഷിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ അടഞ്ഞുകിടന്ന വാതിലോളം ചേർത്ത് വെച്ചു. ചിപ്പിക്ക് മുഖത്ത് പോലും നോക്കാനായില്ല. അവൾ ഒഴുകുന്ന കണ്ണുനീർ അവനെ കാണിക്കാതെ മിഴികൾ താഴ്ത്തി തേങ്ങലടക്കി. മഹേഷ് അവളുടെ മൂർധാവിലൊന്ന് അമർത്തി ചുംബിച്ചു. അവൻ്റെ മിഴികൾ ആ നേരവും പെയ്യുന്നുണ്ട്. ചിന്മയ തല ഉയർത്തില്ല എന്ന് കണ്ട് മഹേഷ് തന്നെ താടിയിൽ പിടിച്ച് അവന് നേരെ ഉയർത്തി വെച്ചു. പതിയെ ആ 2 കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു. അവിടുന്ന് ആ മൂക്കിൻ തുമ്പിലും 2 കവിളുകളിലും ചുംബിച്ചു. ഒടുവിലെ ദിണയിലേക്ക് എത്തി നിന്നതും കാത്തിരുന്നത് പോലെ രണ്ടും കൂടി പുണർന്നു. തോരാത്ത മിഴികളുടെ ഉപ്പുരസം ആ ചുംബനത്തിൽ കലർന്നു പിടിച്ചു. ആ രുചിയിലും കൂടുതൽ അടുത്തത് അല്ലാതെ അവ വേർപെട്ടില്ല. നീണ്ട നേരത്തെ ചുംബനത്തിൽ നിന്നും വിട്ടുമാറുമ്പോൾ 2 പേരും നന്നേ കിതച്ചു. ഇരുവരും പരസ്പരം മിഴികൾ തുടച്ചുകൊടുത്ത് കൈകൾ കോർത്തു പിടിച്ചു. കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും മൗനം പലതും പങ്കുവച്ചിരുന്നു.
ഇരുവർക്കും ഇന്നറിയാം ആ മൗനം പോലും എന്താ പറയുന്നതെന്ന്. അളിയന്മാർ തന്നെയാണ് മഹേഷിനെ കൊണ്ടാക്കിയത്. വീട്ടിൽ നിന്നും ആരും പോയില്ല. മീനുവോ ചിപ്പിയോ മായയോ ആർക്കും പോകാനൊട്ടും വയ്യായിരുന്നു. അതിനൊന്നും ഇപ്പോൾ മനസ്സനുവദിക്കുന്നില്ല. എങ്കിലും കാറിൽ കയറും വരെ അവനെ ചുറ്റിച്ചേർന്ന് നിൽപ്പുണ്ടായിരുന്നു. കൺമുന്നിൽ നിന്നും കാർ അകലുമ്പോഴും അവരതേ നിൽപ്പ് തുടരുന്നുണ്ടായിരുന്നു. ചിന്മയയുടെ കണ്ണിൽ പെയ്യുന്നുമുണ്ടായിരുന്നു. മറ്റന്നാളല്ലേ മോളെ ആ കുഞ്ഞിൻ്റെ കല്യാണം? രാത്രിയിൽ കഴിക്കാനിരിക്കുമ്പോഴായിരുന്നു ആയമ്മ ചിപ്പിയോട് ആ ചോദ്യം ചോദിച്ചത്. വീട്ടിലിപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എല്ലാവരും അവരവരുടെ തിരക്കിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. മഹേഷേട്ടൻ പോയിട്ട് 1 മാസത്തോളം അടുത്തു. അമ്മുവിൻ്റെ കല്യാണവും അഞ്ജു ചേച്ചിയുടെ കല്യാണത്തിന് പോലും പോകാൻ പറ്റിയില്ല. ആ സമയമായിരുന്നല്ലോ അച്ഛൻ്റെ മരണം. ഇതിനും പോകാതിരുന്ന. പക്ഷെ അമ്മ വരുമെന്ന് ചിന്മയ്ക്ക് ഉറപ്പില്ല. അച്ഛൻ മരിച്ചുടനെ 4 ആൾ കൂടുന്നൊരിടത്ത് ചെന്ന് നിൽക്കാനൊന്നും അമ്മയ്ക്കാകില്ല. ചിപ്പിക്കത് ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവളും പോകേണ്ട എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അമ്മുവിനോടും അങ്കിളിനോടുമൊക്കെ അത് പറയുകയും ചെയ്തു. അവർക്കും കാര്യം മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പിണക്കം ഇരു കൂട്ടർക്കുമിടയിൽ ഉണ്ടായില്ല. ആയമ്മയുടെ ചോദ്യം കേട്ടിട്ടും ചിപ്പി മിണ്ടില്ല. എന്താ മോളെ ആലോചിക്കുന്നത്? അതമ്മ, കല്യാണം മറ്റന്നാൾ തന്നെ. മോള് പോണം കേട്ടോ. അമ്മയ്ക്ക് വരാൻ പറ്റില്ല കുഞ്ഞ്. അതിനൊന്നുമുള്ള മാനസികാവസ്ഥയല്ല. അവരുടെ മുഖം താഴ്ന്നു. ഇല്ലമ്മേ, ഞാൻ പോകുന്നില്ല. ഞാൻ അങ്കിളിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കൊച്ചേ? പോകാതിരുന്നാൽ മോശമാകും. മഹേഷ് വാക്ക് പറഞ്ഞതല്ലേ, മോളുടെ കുടുംബത്തിലൊരു വിശേഷം വരുമ്പം നമ്മളെല്ലാവരും അവിടെ ഉണ്ടാകേണ്ടതാ. പക്ഷേ ഇപ്പം അതിന് പറ്റുന്ന സാഹചര്യമല്ല. കുഞ്ഞെങ്കിലും പോകണം കേട്ടോ, അല്ലേ മോശമാണ്. അതമ്മേ, അമ്മ ഇവിടെ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അമ്മ മായയും മീനുവിനെയോ വിളിച്ചു നിർത്താം കൊച്ചേ. നീ അതോർത്ത് വിഷമിക്കാതെ. മോളുടെ അമ്മയൊക്കെ എന്നാ പോകുന്നേ? അവർ നാളെ രാവിലെ പോകുന്നാ പറഞ്ഞ്. ആണോ? എങ്കിൽ മോള് കൂടെ അവരുടെ കൂടെ ചെല്ല്. രാവിലെ തന്നെ പോകാലോ. ചിന്മയെ വലിയ താല്പര്യമില്ലാതെ മൂളിയപ്പോഴേക്കും അവർ ചിരിയോടെ ഇടത് കൈകൊണ്ട് അവളുടെ മുടിയിഴകളെ തലോടി കഴിച്ച പാത്രവുമായി എഴുന്നേറ്റിരുന്നു. രാത്രിയിൽ മഹേഷ് വിളിക്കുമ്പോൾ ചിന്മയെ കാര്യം പറഞ്ഞിരുന്നു. അവനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. സന്തോഷത്തോടെ പോയിട്ട് വരാൻ പറഞ്ഞു. അതിൽ പിന്നെ ചിപ്പിക്കും അങ്ങനെ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ തന്നെ അച്ഛനെയും അമ്മയെയും വിളിച്ച് കാര്യം പറഞ്ഞു. അവർക്കതിൽ പരമൊരു സന്തോഷം വേറെ ഉണ്ടായിരുന്നില്ല. ചിന്മയ രാവിലെ തന്നെ റെഡിയായി ആയമ്മയെ ചേർത്ത് പിടിച്ചൊന്ന് മുത്തിയിട്ട് യാത്ര പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ കയറുമ്പോൾ ചിന്മയുടെ നെഞ്ച് വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. വലിയ മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം അതുപോലെ തന്നെ. ചിപ്പി ചെന്ന പാടെ അവളുടെ മുറിയിലേക്ക് ഓടി. കുറേ നേരം അവിടെ ഇരുന്നു. തൻ്റെ എല്ലാ സാധനങ്ങളും പഴയ പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ചിപ്പി അതൊക്കെ നോക്കി. മഹേഷിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടാണ് മുറി വിട്ടിറങ്ങിയത്. ഒത്തിരിയൊന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല. കോട്ടയത്തെത്താൻ ലേറ്റ് ആകുന്നതുകൊണ്ട് അപ്പം തന്നെ വീട് പൂട്ടി ഇറങ്ങിയിരുന്നു. ഇതിനിടയ്ക്ക് ചന്തുവേട്ടനും വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിരുന്നു. നാളുകൾക്ക് ശേഷം വീണ്ടും ചിപ്പിയിൽ ആ കളിയും ചിരിയും ഒക്കെ തിരിച്ചു വന്നു. അടക്കി പിടിച്ചതൊക്കെ പുറത്തു വന്നു. പഴയ ആ 16-കാരി ചിപ്പിയെ വീണ്ടും കാണെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിൽ ചെറുനീര് പൊടിഞ്ഞു. ഉച്ച കഴിഞ്ഞ് കോട്ടയത്തെത്തിയപ്പോൾ അപ്പോൾ തന്നെ ആയമ്മയെ വിളിച്ചു പറഞ്ഞു മഹേഷേട്ടനെ. വീട്ടിൽ മീനു ചേച്ചി വന്ന് കൂട്ടുനിൽപ്പുണ്ട് എന്ന് അമ്മ പറഞ്ഞപ്പോൾ ചിന്മയ്ക്ക് കുറച്ച് ആശ്വാസമായി. മഹേഷേട്ടൻ വീഡിയോ കോൾ ചെയ്ത് അമ്മുവിനെ വിശ്വസ് പറഞ്ഞു. അന്ന് രാത്രിയിൽ ചിപ്പിക്കും മഹേഷിനും പറയാൻ ആ വീടിനെക്കുറിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വെച്ചാണ് അവർ ഒന്നിച്ചത്, പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞത്. ഈ വീടിൻ്റെ മുക്കും മൂലയും ഗസ്റ്റ് ഹൗസിനും ആ കാറിന് പോലും ഇരുവരുടെയും പ്രണയം പറയാനുണ്ടായിരുന്നു, ഓർക്കാനും, ചിപ്പിക്കും മഹേഷിനും സന്തോഷിക്കാനും. എല്ലാം മംഗളമായി അവസാനിച്ചു. ചിന്മയ കല്യാണം കൂടി തിരികെ അവളുടെ മഹേഷേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. ദിവസങ്ങൾ അങ്ങനെ അങ്ങ് കടന്നു. കാത്തിരിപ്പിൻ്റെ 1.5 കൊല്ലം. ബാധ്യതകളുടെ ബാണ്ടക്കെട്ട് ചുമലിൽ നിന്നും ഇറക്കി മഹേഷ് വീണ്ടും പ്രവാസ ജീവിതത്തിൽ നിന്ന് അവൻ്റെ നാട്ടിലേക്ക് തിരികെ എത്തുവാണ്. ചിന്മയ അതിൻ്റെ ത്രില്ലിലാണ്. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളുകളായിട്ടും ചിന്മയ്ക്ക് മഹേഷിനെ എപ്പോഴും കാണണം. അതും ആദ്യമായി കാണുമ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രണയത്തോടെ തന്നെ. അവൾക്കൊരിക്കലും മടുക്കാത്ത ഒന്നാണത്. എത്ര ജന്മം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഈ ജന്മം ചിന്മയ മഹേഷിനായി പിറന്നവളാണ്. അവൻ്റെ പത്നിയായി, അവൻ്റെ പ്രണയമായി.
പ്രാണനായി ജീവിച്ചു തീരാൻ വേണ്ടി മാത്രം ജനിച്ചവൾ. അച്ഛൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടിപ്പോൾ ഒത്തിരിയായി. ആയം അതിൽ നിന്നൊക്കെ കരകയറി സാധാരണ ജീവിതവുമായി പൊരുത്തപ്പെട്ടു. ഇപ്പോൾ അവരുടെ ലോകം 3 മക്കളും മരുമക്കളുമാണ്. അവർക്ക് വേണ്ടിയാണ് ആ സ്ത്രീ ജീവിക്കുന്നത് പോലും. ചിന്മയുടെ PG കാലഘട്ടം അവസാനിച്ചു. ഇനിയൊരു ജോലിക്ക് ശ്രമിക്കണം, അതാണ് ലക്ഷ്യം. പക്ഷേ ഉടനെ വേണ്ട എന്ന് വെച്ചു. കുറച്ചുനാൾ ഒരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നി. മഹേഷിനൊട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ അവളുടെ നിർബന്ധം കാരണം സമ്മതിച്ചു എന്ന് മാത്രം. എങ്കിലും ഒത്തിരി നാളൊന്നും വീട്ടിൽ നിൽക്കണ്ട എന്ന് അവൻ തീർത്ത് പറഞ്ഞിരുന്നു. ആ വീട്ടിലിപ്പോൾ അമ്മയും മരുമകളും മാത്രമേ ഉള്ളൂ. ഈ നാളുകളിൽ അവർ തമ്മിലൊരു വിടവ് പോലും ഉണ്ടായിട്ടില്ല, കൂടുതൽ അടുത്തതല്ലാതെ. ആ അമ്മയ്ക്കിപ്പോൾ ചിന്മയെ പ്രിയപ്പെട്ടവളാണ്. അവരുടെ മക്കളേക്കാൾ ഒരുപടി മേലെ പ്രിയപ്പെട്ടവൾ. രാവിലെ തന്നെ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. മായയും മീനുവും സന്ദീപും ഒക്കെ. മീനുവിൻ്റെ ചെക്കൻ ഒരു ഓഫീസ് ടൂറിലാണത്രേ. അതുകൊണ്ട് ആ ഏട്ടന് വരാൻ പറ്റിയിട്ടില്ല. ഇതിനിടയിൽ ചില വിശേഷങ്ങൾ കൂടി ഉണ്ടായി. മീനു ചേച്ചിക്ക് പുതിയൊരു ജോലി ശരിയായി. മായ ചേച്ചി 2ാമത് പ്രഗ്നൻറ്റും. ഇതൊന്നും അത്ര കുഞ്ഞു കാര്യങ്ങളല്ല ഈ വീട്ടിലുള്ളവർക്ക്. ഇരട്ടി മധുരമാണെന്ന് പറയാം. ചിന്മയ ഓരോ തിരക്കിലങ്ങനെ ഓടി നടക്കുവാണ്. മഹേഷിന് ഇഷ്ടപ്പെട്ടതൊക്കെ അവളും ആയ്മയും കൂടി ഉണ്ടാക്കി വെക്കുവാണ്. ബീഫും മട്ടനും ചിക്കനും എന്ന് വേണ്ട, ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയും പോലെ എല്ലാ വിഭവങ്ങളും ഇരുവരും കൂടി തയ്യാറാക്കി. ഉച്ചയ്ക്കാണ് എയർപോർട്ടിലെത്തുക. ഈ തവണ എല്ലാവരും പോകുന്നുണ്ട് മഹേഷിനെ കൂട്ടാൻ. ചിന്മയ ആ സന്തോഷത്തിലാണ്. ഊണൊക്കെ ഒരുക്കി 11 മണിയോടെ കുളിക്കാൻ കയറി. ആ നേരത്തെ അമ്മയൊക്കെ വേറെ തിരക്കിലാണ്. ചിന്മയെ ഈറം കെട്ടിയ തോർത്തഴിച്ചു മാറ്റി സ്റ്റാൻഡിൽ വിരിച്ചിട്ടു. ഒത്തിരി നാൾക്ക് ശേഷം ആ മുഖം കാണുകയാണ്. ആ എക്സൈറ്റ്മെൻറ്റ് അത്ര ചെറുതൊന്നുമല്ല. കബോർഡ് തുറന്നിട്ട് ആകെ ഒന്ന് പരതി. ഏതെടുത്തുടുക്കും എന്നൊരു കൺഫ്യൂഷൻ. ഓരോന്നിലും കണ്ണോടിച്ച് ഒടുവിൽ അതൊരു ബ്ലൂ കളർ സിമ്പിൾ ട്രാൻസ്പെറൻറ്റ് സാരിയിൽ ഉടക്കി നിന്നു. മുൻപൊരിക്കൽ മഹേഷേട്ടനുമായിട്ട് ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയതാണ്. അതും മഹേഷേട്ടൻ്റെ സെലക്ഷൻ. നെറ്റിൻ്റെതായതുകൊണ്ട് ഇതുവരെയും അങ്ങനെ ഉടുത്തിട്ടില്ല. ചിന്മയ്ക്ക് ഇന്നെന്തോ അതുടുക്കാൻ തോന്നി. വേണ്ടെന്ന് മറുവശത്ത് നിന്നാരോ പറയുന്നുണ്ടെങ്കിലും മനസ്സതിൽ തന്നെ ഉറച്ചു നിന്നു. ആ പെണ്ണ് കൈയെത്തി ആ സാരി വലിച്ചെടുത്തു. കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് ദേഹത്തേക്ക് ചേർത്ത് വെച്ച് മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ നോക്കി. അധികം നേരം കളയാതെ വൃത്തിയിൽ തന്നെ അത് മെടഞ്ഞെടുത്തു. സാധാരണ സാരി ഉടുപ്പിച്ച് തരുന്നത് മഹേഷേട്ടനാണ്. ആ നേരത്ത് ആ മനുഷ്യൻ്റെ കുസൃതിയൊക്കെ ചിന്മയ്ക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. അതിൻ്റെ പ്രതിഫലനമെന്നോണം മുഖത്തൊരു നുണച്ചിരി വിരിഞ്ഞു.